അതിൽ രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം. ഇത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിപ്പണം കൊടുത്തു എന്ന പേരിലുള്ള ഒരു കേസല്ല. അങ്ങനെ ഒരു കേസ് ഇനി നിലനിൽക്കില്ല. കാരണം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട മാത്യു കുള്ളാടിന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജി തീർപ്പാക്കിയതാണ്. ഇതിൽ ഒരു രൂപയുടേതെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖയും ഈ പറയുന്ന ഒരു ഹർജികളിലുമില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസല്ല. നമ്പർ 1. നമ്പർ 2, ഇതിൽ പിണറായി വിജയനോ കേരള സർക്കാരിനോ നേരിട്ട് ഒരു സ്റ്റേക്സുമില്ല. CPM-നും ഈ വിഷയത്തിൽ നേരിട്ടൊരു ബന്ധവുമില്ല. ഈ കേസിലും അതില്ല എന്നുള്ളതാണ് വാസ്തവം. SFIO ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ സെക്ഷൻ 447 447 കമ്പനി ആക്ട് 2013 പ്രകാരം അതിലൊരു ഫ്രോഡ് നടന്നിരിക്കണം എന്നുള്ളതാണ്. ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക? ഒരു കമ്പനിയിൽ നമ്മൾ 4 പേരും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആവുന്ന ഒരു കമ്പനിയിൽ ഈ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ, എന്നാൽ അതിൽ എനിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ, അതായത് ഒരു റോങ്ഫുൾ ഗെയിൻ എനിക്കുണ്ടാവുന്ന തരത്തിലോ ഈ കമ്പനിക്ക് ഒരു റോങ്ഫുൾ ലോസ് ഉണ്ടാവുന്ന തരത്തിലോ ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് എന്ന ഡെഫിനിഷനിൽ വരും. ഇതാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ 447 ഓഫ് കമ്പനി അഫയേഴ്സ് ആക്ട് പറയുന്നത്. ഒരു റോങ്ഫുൾ ഗെയിനോ ഒരു റോങ്ഫുൾ ലോസോ ഉണ്ടാവണം. ഇവിടെ റോങ്ഫുൾ ഗെയിനോ റോങ്ഫുൾ ലോസോ ഉണ്ടെന്ന് CMRL എന്ന കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡിന് പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ഡയറക്ടറിന് പരാതിയുണ്ടോ? ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും ഒരാൾ പറയണം. എക്സാലോജിക്കിന് പരാതിയുണ്ടോ? ഇനി 13.4% പങ്കാളിത്തമുള്ള KCDCക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ റോങ്ഫുൾ ലോസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പരാതിയുണ്ടോ? ഇല്ല. കാരണം കമ്പനി ലാഭത്തിലാണ്. കമ്പനിക്ക് അതിന്റെ ഷെയർ വിഹിതം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർക്ക് ഇതിൽ ഒരു റോങ്ഫുൾ ലോസ് ഉണ്ട്, അഥവാ തെറ്റായ ഒരു നഷ്ടം ഈ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നു, ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി മൂലം എന്നുള്ളൊരു വാദം ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ കേസ് ഏതെങ്കിലും തരത്തിൽ SFIOയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യപ്പെടുന്നതാണ് എന്ന ഒരു ധാരണ വേണ്ട. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. സ്വാഭാവികമായും അതേ കമ്പനികാര്യ മന്ത്രാലയമാണ് യഥാർത്ഥത്തിൽ ഈ SFIO കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SFIO കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്പനികാര്യ മന്ത്രാലയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന CMRL-നും എക്സാലോജിക്കിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് നമുക്ക് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഇരുന്ന് മാത്രം ചിന്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതിൽ ആ അർത്ഥത്തിൽ പുതുമയായിട്ടൊന്നുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കോടിയുടെ പണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായൊരു വാദമുണ്ട്. അതാണ് നമുക്കിനിയും മനസ്സിലാക്കാത്തത്. സാധാരണ കോമൺ സെൻസിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. ഈ 95 കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവ കമ്മിറ്റികളും CMRL നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. ഈ പൈസയെ കുറിച്ച് അന്വേഷണം വേണ്ടേ? അല്ലല്ല, അത് വേറെ. അത് സ്ലെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട ബാക്കി മൊത്തം വരുമ്പോൾ 135 കോടി വരും. അതിൽ 95 കോടി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനാണ്. ഏത് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ്? പല നേതാക്കളുടെയും ചുരുക്കെഴുത്ത് പേരുകളുണ്ട്. ആ ചുരുക്കെഴുത്ത് പേരുകളുള്ള പല നേതാക്കളുടെയും അതിൽ PVയുടെ പേരുണ്ട്, OCയുടെ പേരുണ്ട്, RCയുടെ പേരുണ്ട്, PKയുടെ പേരുണ്ട്, EKയുടെ പേരുണ്ട്. കമ്പനിയുടെ നല്ല നടപ്പിന് വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ നല്ല നടത്തിപ്പ്, അതായത് ഈ സ്മൂത്ത് ആക്കാൻ വേണ്ടി, ഫോർ സ്മൂത്തനിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി എന്നാണ് ITയുടെ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ 90 കോടി കൊടുത്തവർ ആരും തന്നെ ഈ പ്രതിപട്ടികയിലേക്ക് വരാതിരിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണമില്ല. ഞാനത് നോക്കുകയായിരുന്നു. അതിലെവിടെയെങ്കിലും 3 പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് ഈ സമ്മറി ഓഫ് ചാർജിലുള്ളത്. സമ്മറി ഓഫ് ചാർജ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ കാണിക്കാൻ കഴിയില്ല. നാളെ കോടതിയിലേക്ക് പോകേണ്ടതാണ് ഈ ചാർജ് ഷീറ്റ്. ആ സമ്മറി ഓഫ് ചാർജിലെ ഫൈൻഡിംഗ് നമ്പർ 1 ഫയൽ ചെയ്യുന്നതിന് മുൻപ് ലീക്ക് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇതെല്ലാം വളരെ ഡൽഹി ഹൈക്കോടതി ഈ CMRL കൊടുത്ത അപേക്ഷയിൽ ഇന്റീരിയം സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സ്റ്റേ കൊടുക്കുന്നില്ല. സ്റ്റേ കൊടുക്കാതിരിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നു. ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ BJP നേതാവ് പ്രസ്താവന ഇറക്കുന്നു. മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു. ചാനലുകൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത ഒഴുകുന്നു. ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നീക്കമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇനി ഫൈൻഡിംഗ് നമ്പർ 1, 182 കോടി രൂപ. ഞാൻ ആ കണക്കിൽ നോക്കുമായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ബെനിഫിഷ്യറി എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ? ഒരിടത്ത് പോയിട്ടില്ല. ഈ കേസിൽ SFIOയ്ക്ക് ഏതെങ്കിലും വ്യക്തികളെ പ്രതിയാക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിലത് ഉൾപ്പെടുത്താമായിരുന്നു. ഈ 90 കോടി രൂപ സ്മൂത്തനിങ് ഓഫ് കമ്പനിയുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പണം ഫൈൻഡിങ്സ് 1-ലോ ഫൈൻഡിംഗ് 2-ലോ ഫൈൻഡിംഗ് 3-ലോ ഇല്ല. അപ്പൊ 90 കോടി കൊടുത്ത് കമ്പനിയെ നഷ്ടത്തിലാക്കിയ വിഷയം SFIക്ക് ഒരു കേസല്ല. പകരം 2.7 കോടി ഈ വീണ വിജയന് ഈ CMRL സിസ്റ്റർ കൺസേൺ എംപവറിന്റെയും CMRLന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തുകയും കൊടുത്തതാണ് കേസായി മാറുന്നത് എന്നുള്ളതാണ്. നോക്കൂ, 2.7 കോടി രൂപ 90 കോടിയേക്കാൾ വലുതാവുന്ന ഒരു സാഹചര്യമാണ് SFIO സൃഷ്ടിച്ചിരിക്കുന്നത്. 135 കോടി രൂപയുടെ കേസ് അന്വേഷിക്കേണ്ടതില്ലെന്നും 2.7 കോടിയുടെ അന്വേഷണം വേണമെന്നുമുള്ള
ഒരു താല്പര്യം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം, ഇത് രാഷ്ട്രീയ ദുരുദ്ദേശമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? 135 കോടിയുടെ നഷ്ടം കമ്പനിക്ക് വരുത്തിയ വിവിധ ഫണ്ടിങ്ങുകളെ കുറിച്ച് അന്വേഷണം ഇല്ലാതിരിക്കുകയും 2.7 കോടിയുടെ മാത്രം കണക്ക് മാത്രം ഈ SFIയുടെ അന്വേഷണ 95 കോടി അഴിമതിയല്ല. 95 കോടി അഴിമതിയല്ല. അല്ല. 95 കോടി എന്നുള്ളത് സ്മൂത്തനിങ്ങിന് വേണ്ടി കൊടുത്തതാ. അതേസമയം രണ്ട് കമ്പനികൾ തമ്മിൽ ലീഗലായ കോൺട്രാക്ട് വെച്ച് ഒരു ഉടമ്പടി വെച്ച് സർവീസ് ടാക്സ് അടച്ച്, അതായത് GST അടച്ച് സർവീസ് ടാക്സ് കംപ്ലീറ്റ് കൊടുത്ത് പ്രൊഫഷണൽ ടാക്സ് അടച്ച് വ്യക്തിപരമായ ഇൻകം ടാക്സ് അടച്ച് എഗ്രിമെന്റ് അടക്കം എഗ്രിമെന്റ് വെച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ കരാർ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കൊടുക്കാൻ പോകുന്ന ചാർജ് ഷീറ്റിന്റെ കോപ്പി ഇന്ന് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. നാളെ രാവിലെയാണ് ചാർജ് ഷീറ്റ്. ഇനി ഒരു കാര്യമുണ്ട്, ഇതേ കാര്യം നമ്മൾ ആരുടെ ചോദിക്കുന്നില്ല. ഈ സ്മൂത്തനിങ്ങിന് വേണ്ടി കൊടുത്തത് എന്തിനാ? എന്ത് സർവീസാ കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്? 135 കോടി രൂപ CMRL നിന്ന് കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ, 135 കോടി രൂപയിൽ പങ്കുപറ്റിയ മാധ്യമ മുതലാളിമാർ, 135 കോടിയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടതാ. ഒരേ ഒരു പത്രം മാത്രമാണ് CMRL കുറിച്ച് വെള്ളപൂശി ഈ ജനമധ്യത്തിൽ മുഖപ്രസംഗം എഴുതിയത്. ആ പത്രത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ജന്മഭൂമി എന്നാണ്. CMRL കുറിച്ച് വെള്ളപൂശി എഴുതിയ ഒരേ ഒരു പത്രം. എവിടെ? ഈ അന്വേഷണത്തിൽ ഇല്ലല്ലോ. എവിടെ പോയി?